ഒരു മുസ്ലിമിന് അവൻ ചെലവഴിക്കുന്ന എല്ലാത്തിനും പ്രതിഫലം ലഭിക്കും. ഇല്ലാ ഫീ ഷൈഇൻ യജ്അലുഹു ഫി തുറാബ്, അവൻ മണ്ണിന്റെ മേലെ ചെലവഴിക്കുന്നത് ഒഴിച്ച്, അതായത് അനാവശ്യമായിട്ട് കെട്ടിടം ഉണ്ടാക്കി വെക്കുന്ന അല്ലെങ്കിൽ അതുപോലെ അതായത് അവൻ ആവശ്യമുള്ളതിനേക്കാൾ വലിയ രീതിയിൽ വീടോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് പ്രതിഫലം ലഭിക്കാൻ പോകുന്നില്ല എന്ന് ഈ സ്വഹാബി പറയാം. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിദ്യാർത്ഥികളെ, ഇമാം അൽ ബുഖാരി റഹിമഹുള്ളയുടെ അൽ അദബുൽ മുഫ്രദ് എന്ന ഹദീസ് ഗ്രന്ഥമാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അടുത്ത ബാബ് ബാബുൽ മുബദ്ദിരീൻ, മുബദ്ദിരീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. ബദ്ദറ, യുബദ്ദിറു, മുബദ്ദിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യങ്ങൾക്ക് വേണ്ടി സമ്പത്ത് ചിലവഴിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. ഇതിലൊരു അസറിൽ കാണാം, عن أبي العبيدين قال سألت عبد الله هو بن مسعود عن المبذرين. അബുൽ ഉബൈദൈൻ എന്ന താബഈ പറയുകയാണ്, ഞാൻ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അനിൽ മുബദ്ദിരീൻ, ഖുർആനിൽ വന്നിട്ടുള്ള വാക്കാണ് മുബദ്ദിരീൻ എന്നുള്ളത്. മുബദ്ദിരീൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം എന്താണ് എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. ഖാല, അപ്പോൾ പറഞ്ഞു, അല്ലദീന യുൻഫിഖൂന ഫീ ഗൈരി ഹഖ്ഖിൻ, ഹഖല്ലാത്ത കാര്യങ്ങൾ അഥവാ ശരിയല്ലാത്ത മാർഗങ്ങളിൽ ചിലവഴിക്കുന്നതിനാണ് മുബദ്ദിരീൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സമ്പത്ത് അനാവശ്യ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നതിൽ രണ്ട് പേര് പറയും. നമ്മൾ ഖുർആനിലും വന്നിട്ടുണ്ട്. മുസ്രിഫ് എന്നും പറയും, മുബദ്ദിർ എന്ന് പറയും. ഇസ്രാഫ് എന്ന് പറയും, തബ്ദീർ എന്ന് പറയും. ഇത് രണ്ടുമുള്ള വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ മുസ്രിഫ് എന്ന് പറയുന്നത് ഹലാലായ ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും, അതിനുവേണ്ടി കൂടുതൽ ചെലവഴിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, മുസ്രിഫ് എന്ന് പറയുന്നത്. എന്നാൽ മുബദ്ദിരി എന്ന് പറയുന്നത് ഹലാലല്ലാത്ത അല്ലെങ്കിൽ അനുവദനീയമല്ലാത്ത അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നതിനാണ് മുബദ്ദിർ എന്ന് പറയുന്നത്. ചില പണ്ഡിതന്മാർ ഇതിന്റെ ഈ വാക്കിന്റെ അർത്ഥം പറഞ്ഞെടുത്ത് പറഞ്ഞു കാണാം, ഹുവൽ ഇൻഫാഖു ഫിൽ മആസി, പാപം ചെയ്യാൻ വേണ്ടി ചെലവഴിക്കുന്നതിനാണ് തബ്ദീർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞത് കാണാം. അപ്പോ ആ രീതിയിൽ ചെലവഴിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ചിട്ടുള്ള, അതുപോലെ തന്നെ വിരോധിച്ചിട്ടുള്ള കാര്യമാണ് തബ്ദീർ ഉണ്ടാകരുത് എന്നുള്ളത്, അഥവാ ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഹക്കായിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരാൾ പണം ചെലവഴിക്കുക എന്നുള്ളത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്, ചെലവഴിക്കേണ്ടതാണ്. എന്നാൽ ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള ഹറാമായിട്ടുള്ള പാപങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്ക് സമ്പത്ത് ചെലവഴിക്കുന്നതിനാണ് മുബദ്ദിരീൻ അല്ലെങ്കിൽ മുബദ്ദിർ എന്നെല്ലാം തബ്ദീർ എന്ന് പറയുന്നത്. ഖുർആനിൽ അല്ലാഹു ആക്ഷേപിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വേറൊരു അസറിൽ അലി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ മുബദ്ദിരീൻ, മുബദ്ദിരീൻ എന്ന് പറഞ്ഞാൽ ഖാല അൽ മുബദ്ദിരീന ഫീ ഗൈരി ഹഖ്ഖിൻ, ഹഖല്ലാത്ത രീതിയിൽ ചെലവഴിക്കുന്നവരെയാണ് എന്ന് കാണാം. അടുത്ത ബാബ് ബാബു ഇസ്ലാഹിൽ മനാസിൽ, വീടുകളെ നന്നാക്കുക എന്നുള്ളത്, വീടുകളെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ബാബാണ്. ഈ ബാബിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വലിയൊരു ഹൈറായിട്ടുള്ള കാര്യമാണ് വീട് നന്നാക്കുക. നന്നാക്കുക എന്ന് പറഞ്ഞാൽ വലിയ കെട്ടിടം ഉണ്ടാക്കുക അല്ലെങ്കിൽ നല്ല പെയിന്റ് അടിക്കുക, അതല്ല അതിന്റെ ഉദ്ദേശം. നന്നാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുണ്ട്. ഒന്ന്, അപകടം പറ്റുന്ന രീതിയിലുള്ള തകർച്ചകളും മറ്റുമുണ്ടെങ്കിൽ അത് നേരെയാക്കുക എന്നുള്ള ആശയമുണ്ട്. അതിനു പുറമെ വീട്ടിൽ നന്മയുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുക, ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ ദോഷമുണ്ടാക്കുന്ന ജീവികളാണെങ്കിൽ അതിനെ
അകറ്റുക, വൃത്തിയിൽ കൊണ്ടു നടക്കുക, അതുപോലെ ദീനിയായിട്ടുള്ള നന്മകൾ വീട്ടിൽ കൊണ്ടുവരിക, ഇതെല്ലാം ഇസ്ലാഹുൽ മനാസിൽ എന്നുള്ള വാക്കിന്റെ അർത്ഥത്തിൽപ്പെട്ടതാണ്. ഈ ബാബിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് ഒരു അസറാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. عن أسلم قال كان عمر يقول على المنبر. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു അസറാണ്. യാ അയ്യുഹന്നാസ്, ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ഖലീഫയാണ്, ഖതീബാണ്, ഖുത്ബ നിർവഹിക്കുന്നതിന്റെ ഇടയിൽ അവിടുന്ന് പറയുകയുണ്ടായി, യാ അയ്യുഹന്നാസ്, ഈ ജനങ്ങളെ, അസ്ലിഹു അലൈക്കും മതാവിയക്കും, നിങ്ങളുടെ മതാവി എന്ന് പറഞ്ഞാൽ മനാസിലക്കും, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ നന്നാക്കണം, അഥവാ ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി അതിനെ ശ്രദ്ധിച്ച് വൃത്തിയോടുകൂടി കൊണ്ടു നടക്കണം. وأخيفوا هذه الجنات قبل أن تخيفكم. ഈ ജിന്നാൻ എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ പാമ്പുകളെയാണ്. പാമ്പുകളെ നിങ്ങൾ സൂക്ഷിക്കുക. ഖബൽ അൻ തുഖൈഫക്കും, അത് നിങ്ങളെ പേടിപ്പിക്കുന്നതിന് മുമ്പ്. അതായത് പാമ്പുകൾ നിങ്ങളുടെ വീട്ടിൽ കയറിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ അടുക്കൽ വന്ന് നിങ്ങളെ പേടിപ്പിക്കുന്നതിന് മുമ്പ് ആ പാമ്പുകളെ നിങ്ങൾ സൂക്ഷിക്കുക. അത് വരാൻ ഉള്ള വഴിയില്ലാതെ അതിനെ തടയുന്നതും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഫൈന്നഹു ലൻ യബ്ദു ലക്കും മുസ്ലിമൂഹ, ആ കൂട്ടത്തിൽ മുസ്ലിം ആയിട്ടുള്ളവർ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഇത് വ്യക്തമാകണമെങ്കിൽ വേറൊരു സഹീഹ് മുസ്ലിമിനെ തന്നെ വേറൊരു ഹദീസിൽ വിശാലമായിട്ടുള്ള ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് വീട്ടിൽ കാണുന്ന പാമ്പുകൾ അത് സാധാരണ മനുഷ്യർക്ക് എപ്പോഴും ശത്രുവായിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യരും പാമ്പുകളും തമ്മിൽ ഒരു ശത്രുത ഉണ്ട് എന്നാ പറയാം. കാരണം മനുഷ്യൻ പാമ്പിനെ കണ്ടാൽ ആ പാമ്പിനെ കൊല്ലാൻ വേണ്ടി മനുഷ്യൻ ഉദ്ദേശിച്ചു. പാമ്പ് മനുഷ്യനെ കണ്ടാൽ അതിന് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യനെ, വിഷമുള്ള ഇനത്തിൽപ്പെട്ടത് മനുഷ്യനെ ഉപദ്രവിക്കാനും മനുഷ്യനെ കൊല്ലാനും ശ്രമം പാമ്പിന്റെ ഭാഗത്തുണ്ടാവും. അതുകൊണ്ട് തന്നെ ജിബില്ലി ആയിട്ട് പ്രകൃതിയ ഒരു ശത്രുത ആര് തമ്മിലുണ്ട്? പാമ്പുകളും മനുഷ്യരും തമ്മിൽ ഉള്ളതാണ്. എന്നാൽ ചില പാമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കാണുന്നത് ചില ജിന്നുകൾ പാമ്പുകളുടെ രൂപത്തിൽ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഒരു ഹദീസിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന ബിൽ മദീനതി ജിന്നൻ ഖദ് അസ്ലമു, മദീനയിൽ ചില ജിന്നുകളുണ്ട്, അവർ മുസ്ലിം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി നിയോഗിച്ചത് മനുഷ്യരിലേക്ക് മാത്രമാണ്, അല്ല, എല്ലാ അന്നാസു കാഫ, എല്ലാ ജനങ്ങളിലേക്കാൻ. അന്നാസ് എന്നുള്ള പദത്തിന്റെ ഉള്ളിൽ വരുന്ന കാര്യമാണ് ജിന്ന് വർഗവും മനുഷ്യവർഗവും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകൾക്ക് ദഅവത്ത് ചെയ്യാറുണ്ട്. ജിന്നുകൾക്ക് ദഅവത്ത് ചെയ്യാൻ വേണ്ടി പ്രത്യേകം അവർക്ക് ഖുർആൻ ഓതി കൊടുക്കാറുണ്ട്, അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അതിന് പ്രത്യേകം രാത്രിയിലും അല്ലാത്തപ്പോഴും എല്ലാം പോകാറുള്ള ധാരാളം സംഭവങ്ങൾ കാണാൻ സാധിക്കും. അപ്പോ ചില ജിന്നുകൾ മുസ്ലിമീങ്ങളായിട്ടുണ്ട് എന്നൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാമ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറയുകയുണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജിന്നുകൾക്ക് രൂപം മാറാനുള്ള ഒരു കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു രൂപമാണ് പാമ്പ് എന്നുള്ളത്, പാമ്പിന്റെ രൂപത്തിലാവുക എന്നുള്ളത്. അപ്പൊ അതിൽ കുറച്ച് ജിന്നുകൾ മദീനത്ത് മുസ്ലിം ആയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫൈദാ റഅയ്തും മിൻഹും ഷൈഅൻ, അങ്ങനെ ആ പാമ്പിന്റെ രൂപത്തിൽ ജിന്നുകൾ വരുന്നതായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഫആദിനൂഹു സലാസത അയ്യാം, നിങ്ങളുടെ വീടുകളിൽ അങ്ങനെയുള്ള പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ 3 ദിവസം അല്ലെങ്കിൽ 3 തവണ നിങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തണം, പോകാൻ വേണ്ടിയിട്ട് താക്കീത് ചെയ്യാൻ ഓർമ്മപ്പെടുത്തണം. ഫൈൻ ബദാലക്കും ബഅദ ദാലിക് ഫഖ്തുലൂഹു, അതിനുശേഷവും നിങ്ങൾ അതിനെ കാണുകയാണെങ്കിൽ നിങ്ങൾ അതിനെ കൊന്നുകളയുക. ഫഇന്നമാ ഹുവ ശൈത്താനുൻ, അത് ശൈത്താനാണ്, അഥവാ കാഫിറായിട്ടുള്ള ജിന്നുകളിൽ പെട്ടതാണ് എന്ന്. അതായത് പാമ്പുകളിൽ ചിലത് ജിന്നിന്റെ രൂപത്തിൽ ഉണ്ടാകും. അതിൽ മുസ്ലിം ആയിട്ടുള്ള പാമ്പുകൾ ജിന്നിന്റെ പാമ്പുകളുടെ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അത് മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുകയില്ല. അവരെ താക്കീത് ചെയ്താൽ, പോകാൻ പറഞ്ഞാൽ, ആ തരത്തിൽ പറഞ്ഞാൽ അവർ തിരിച്ചു പോകുന്നതാണ് എന്നാണ് ഉദ്ദേശം. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോ പാമ്പുമായിട്ടുള്ള ആ ശത്രുത, അപ്പൊ അവിടെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് വഖീഫു ഹാദിഹിൽ ജിന്നാൻ ഖബ്ല അൻ തുഖീഫകും, ആ പാമ്പുകൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങൾ അതിനെ സൂക്ഷിക്കുക, അതിനെ ഓർമ്മപ്പെടുത്തുക. എന്നിട്ടാണ് പറഞ്ഞത് ഫൈന്നഹു ലൻ യബ്ദു ലക്കും മുസ്ലിമൂഹ, ആ ജിന്നുകൾ പാമ്പ് രൂപത്തിൽ വരുന്നുണ്ട് എങ്കിൽ അതിൽ മുസ്ലിം ആയിട്ടുള്ള ജിന്നുകൾ നിങ്ങളുടെ അടുക്കൽ ഉപദ്രവമായിട്ട് വരികയില്ല എന്ന് പറഞ്ഞു. വഇന്ന വല്ലാഹ് മാ സാലംനാഹുൻ മുൻദു ആദൈനാഹുൻ, നമുക്ക് അഥവാ മനുഷ്യർക്ക് പ്രകൃതിയ ആ പാമ്പുകളോട് ഒരു ശത്രുതയുള്ളത് കൊണ്ട് തന്നെ അവരെ നമ്മൾ വെറുതെ വിടുന്ന, അവർക്ക് സുരക്ഷ നൽകുന്ന ഒരു അവസ്ഥ, അവർക്ക് രക്ഷ നൽകുന്ന, വെറുതെ വിടുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകില്ല എന്ന്. അതായത് പാമ്പിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണഗതിയിൽ പുറത്തുള്ള പാമ്പുകളെ
കൊല്ലാൻ പറഞ്ഞ ജീവിയാണ്, വിശേഷം കൊല്ലാൻ അനുവാദം നൽകിയിട്ടുള്ള കൽപ്പിച്ചിട്ടുള്ള ജീവിയാണ് പാമ്പ് എന്നുള്ളത്. ഇപ്പൊ സൂറത്തുൽ മുർസലാത്ത് കേട്ടിട്ടുണ്ടാവും. സൂറത്തുൽ മുർസലാത്ത് ഇറങ്ങിയത് ഒരു ഗുഹയിൽ വെച്ചിട്ടാണ്. അത് ഇറങ്ങിയ സബബുൻ നുസൂലിന്റെ ഹദീസുകൾ പറയുന്നുണ്ട്, ആ ഗുഹയിൽ വെച്ച് സൂറത്തുൽ മുർസലാത്ത് ഇറങ്ങുമ്പോൾ അവിടെ ഒരു പാമ്പിനെ കാണുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാമ്പിനെ കൊല്ലാൻ വേണ്ടി സ്വഹാബികൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പാമ്പിനെ കൊല്ലാൻ പറഞ്ഞിട്ടുള്ള ജീവിയാണ്. അപ്പൊ ഈ ശത്രുത ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നാൽ വീടുകളിൽ വരുന്ന പാമ്പുകളിൽ ചിലപ്പോൾ അത് ജിന്നുകൾ രൂപം മാറി വരുന്നതായിരിക്കാം എന്ന് അന്ന് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്, മദീനയിൽ ചില ജിന്നുകൾ മുസ്ലിം ആയിട്ടുണ്ട് എന്ന നിലയ്ക്ക്. നമുക്കൊന്നും മനസ്സിലാകില്ല ഇത് എന്താണെന്നുള്ളത്. അപ്പോൾ പൊതുവായിട്ടുള്ള കൽപ്പനയിൽ ആ പാമ്പുകളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. അപ്പൊ വീടിനെ ഈ തരത്തിൽ ഇവിടെ ഈ ഹദീസ് ഇവിടെ കൊടുക്കാനുള്ള കാരണം പാമ്പുകളോ ഇഴജന്തുക്കളോ മറ്റുള്ള മാരക ജീവികളോ എന്നും വരാത്ത രീതിയിൽ വീടിനെ സംരക്ഷിക്കുക, അതിനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതിനു പുറമെ ഒരാളുടെ ദീനെ നശിപ്പിക്കുന്ന സംഗീതം അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ, ഇപ്പൊ പല വീടുകളിൽ പണ്ടൊക്കെ ആണെങ്കിൽ ടി വി ഒക്കെ വലിയൊരു ഉപദ്രവമുള്ള കാര്യമായിരുന്നു. പിന്നെ ഷെറുകൾ എന്ന് പറയുന്നത് ഇന്നിപ്പോ ആർക്കും ടി വി ഒക്കെ ഒരു സാധുവായി മാറിയിട്ടുണ്ട്, എല്ലാവർക്കും മൊബൈലുള്ളതുകൊണ്ട്. അപ്പൊ അവര് അതിലായിട്ടുണ്ടാവും. പക്ഷെ ചില ആളുകൾ വീട്ടിൽ ഉറക്ക സംഗീതം വെക്കുന്ന, അല്ലെങ്കിൽ സിനിമകൾ പോലെ ഹറാമുകൾ വെക്കുന്ന, അതിനെ കുറിച്ച് ചെയ്യുന്ന, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഒന്നുമില്ലാതെ വീടിനെ നന്നാക്കണം. അതുപോലെ വീട്ടിൽ സുന്നത്തായ നിസ്കാരങ്ങൾ, ഖുർആൻ പാരായണം, ദിക്റുകൾ നടത്താൻ, ദിക്റുകൾ വീട്ടിലിരുന്നു കൊണ്ട് അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന അവസ്ഥ, അങ്ങനെയും വീടിനെ നന്നാക്കേണ്ടതുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീടിൽ ഖൈർ ഉണ്ടാക്കുക എന്നുള്ളത് വലിയ നന്മ കൊണ്ടുവരുന്ന കാര്യമാണ്. അടുത്ത ബാബ്, ബാബു നഫഖതി ഫിൽ ബിനാ. കെട്ടിടമുണ്ടാക്കുന്നതിന്, ഒരാൾക്ക് താമസിക്കാനുള്ള വീട്, അതിനെ കെട്ടിടമുണ്ടാക്കി അതിൽ ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. അൻ ഖബ്ബാബ് ഖാല ഇന്ന الرجل ലയുജറ ഫീ കുല്ലി ഷൈഇൻ ഇല്ല അൽ ബിനാ. ഒരു മനുഷ്യന് അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടും, എന്നാൽ കെട്ടിടം നിർമ്മിക്കുന്നതിനൊഴികെ എന്ന് സഹാബി പറയുകയാണ്. ഇതിന്റെ ഉദ്ദേശം എന്താണ്? അതായത് ഒരാൾക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് അയാൾ വലിയ വലിയ കെട്ടിടങ്ങൾ, അതായത് ഒരാൾക്ക് ഒരു കുടുംബത്തിന് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വീട്, അതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, ഒരാൾക്ക് ആവശ്യത്തിനേക്കാൾ കൂടുതൽ ഈ വലുപ്പത്തിൽ ഉണ്ടാക്കുക, അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാക്കുന്ന കെട്ടിടത്തിന്, അഥവാ അത് വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതിനെന്ത് കിട്ടാൻ പോകുന്നില്ല, പ്രതിഫലം കിട്ടാൻ പോകുന്നില്ല. അതാണ് ഇതിന്റെ ഉദ്ദേശം. അതെല്ലാം ആവശ്യത്തിനാണ്. അയാൾക്ക് കുടുംബമുണ്ട്, കുറച്ച് വലിയ കുടുംബമാണ്, അയാൾക്ക് ഒരു 10-12 മക്കളുണ്ട്, അപ്പൊ അതിനനുസരിച്ച് വീട് വയ്ക്കാവും. പക്ഷെ അനാവശ്യമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതിന് പ്രതിഫലം ലഭിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വരുന്ന ബാബുകളിൽ കൂടുതൽ വിശാലമായിട്ടുണ്ട്. ബാബു അമലി റജുലി മഅ ഉമ്മാലിഹി. ഈ ബാബു പറയുന്നത് ഒരു വ്യക്തി അയാളുടെ ജോലിക്കാരുടെ ഒപ്പം പണിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഒരാളുണ്ട്, ആ വ്യക്തിക്ക് കുറെ ജോലിക്കാരുണ്ട്, അപ്പൊ ആ ജോലിക്കാരോടൊപ്പം അയാളും പണിയെടുക്കാൻ എന്തെങ്കിലും തരത്തിലൊക്കെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. عن نافع بن عاصم أنه سمع عبد الله بن عمر قال لابن أخ له خرج من الوهد. ഒരിക്കൽ അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു തന്റെ സഹോദരപുത്രൻ, വഹ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദുല്ലാഹ് ബിൻ അംറിന് ത്വായിഫിന്റെ ഭാഗത്തുണ്ടായിരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു തോട്ടമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് വരുന്ന തന്റെ സഹോദരന്റെ മകനോട് അബ്ദുല്ലാഹ് ബിൻ അംർ ചോദിക്കുകയുണ്ടായി, അയഅമലു ഉമ്മാലുക്, നിന്റെ പണിക്കാര് പണിയെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. നിന്റെ പണിക്കാര് പണിയെടുക്കുന്നുണ്ടോ? അവിടെ ഉദ്ദേശം ആ പണിക്കാരോടൊപ്പം നീ നിൽക്കാറുണ്ടോ, നീ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഖാല, അപ്പൊ വ്യക്തി പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല, എന്റെ ജോലിക്കാർ എന്ത് പണി എടുക്കുന്നുണ്ടോ ഇല്ല എന്ന് ഞാൻ ഇതിനെ കുറിച്ച് നോക്കാറില്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു. ഖാല, അപ്പൊ പറഞ്ഞു, അപ്പോ അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമാ ലൗ കുൻത സഖഫിയൻ, നീ നല്ല കഴിവുള്ള, നീ നല്ല ശേഷിയുള്ള ഒരാളാണ് എങ്കിൽ, നീ നല്ല ബുദ്ധികൂർമ്മതയുള്ള ഒരാളായിരുന്നെങ്കിൽ, ലഅലിംത മാ യഅമലു ഉമ്മാലുക്, എനിക്കറിയുമായിരുന്നു നിന്റെ പണിക്കാർ എന്ത് പണിയെടുക്കുന്നത്. അതായത് ഒരു മുതലാളി എന്ത് വിചാരിക്കുക, അയാൾക്ക് പണിക്കാരുണ്ട്, അപ്പോ അയാളോട് ചോദിക്കാണ് നിന്റെ പണിക്കാർ എന്ത് പണിയെടുക്കുന്നത് വെച്ചാൽ അങ്ങനെ അല്ല അറിയില്ല പോലെ. അപ്പൊ നീ നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നുവെങ്കിൽ നിന്റെ പണിക്കാർ എന്ത് പണിയെടുക്കുന്നത് നീ അറിയുമായിരുന്നു.
ثم التفت إلينا എന്നിട്ട് ഈ സംഭവം ഉദ്ധരിക്കുന്ന നാഫിഉ ബിൻ ആസിം പറയുകയാണ്, പിന്നെ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഞങ്ങളെ നേരെ തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു, ഫഖാല ഇന്ന الرجل اذا عمل مع عماله في داره, ഒരാൾ അവന്റെ ജോലിക്കാരോടൊപ്പം ഏതെങ്കിലും തരത്തിൽ പണിയെടുക്കുകയാണ് അവന്റെ വീട്ടിൽ, അല്ലെങ്കിൽ ഫീ മാലിഹി അവന്റെ സമ്പത്തിന്റെ വിഷയത്തിൽ, അവന്റെ കൃഷിയിലോ അവന്റെ കമ്പനിയിലോ അവന്റെ തോട്ടത്തിലോ അല്ലെങ്കിൽ അവന്റെ കീഴിൽ എന്ത് ജോലിയിലാണോ അതോടൊപ്പം അവന്റെ ജോലിക്കാരോടൊപ്പം ആ യജമാനനും എന്തെങ്കിലും തരത്തിൽ പണിയെടുക്കുകയാണ് എങ്കിൽ കാന ആമിലൻ മിൻ ഉമ്മാലില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ പണിക്കാരിൽ ഒരു പണിക്കാരനായി അവൻ മാറുമായിരുന്നു എന്നുള്ളത്. അതായത് ഒരാളുടെ കീഴിൽ ജോലിക്കാരുണ്ടെങ്കിൽ ആ ജോലിക്കാരോടൊപ്പം സഹായിക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊപ്പം പണിയെടുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ ഫضൽ ഉണ്ടാകുന്ന, വളരെ ശ്രേഷ്ഠത ഉണ്ടാകുന്ന, വളരെയധികം ഒരു പ്രത്യേക സ്ഥാനം ലഭിക്കുന്ന ഒരു കാര്യമായിട്ട് അത് മാറുമ്പോൾ നല്ലൊരു കാര്യമാണ് എന്ന നിലക്ക് ഈ സഹാബി ഓർമ്മിപ്പിച്ചതാണ് ഇവിടെ. അപ്പോൾ ഇതാരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. പഠിക്കാനുണ്ടെങ്കിൽ അവരെ നോക്കാൻ, അവരെ ജോലി ചെയ്യാനൊന്നും പോലാരും നോക്കൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചെയ്യുക എന്നുള്ളത് ഖൈറും ബറക്കത്തുകളൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു കാര്യമാണ്. അടുത്ത ബാബ് ഇത് കെട്ടിട നിർമ്മാണം അതുപോലെയുള്ള അങ്ങനെയുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് ഈ കിതാബിലുള്ള ഈ ഭാഗത്തുള്ളത്. ബാബു തത്വാവുൽ ഫിൽ ബുനിയാൻ, കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ ഉയർച്ചയിൽ മത്സരിക്കുന്ന ഒരവസ്ഥ. അതായത് ഉയർന്ന കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിൽ മത്സരിക്കുന്ന അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഉയർച്ചയിൽ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്. عن أبي هريرة رضي الله عنه عن رسول الله صلى الله عليه وسلم قال, أبو هريرة رضي الله عنه ذكر النبي صلى الله عليه وسلم പറഞ്ഞു, لا تقوم الساعة حتى يتطاول الناس في البنيان. لا تقوم الساعة, അന്ത്യനാൾ സംഭവിക്കുകയില്ല. حتى يتطاول الناس في البنيان, ജനങ്ങൾ കെട്ടിടമുണ്ടാക്കാൻ വേണ്ടി മത്സരിക്കുന്നത് വരെ, പരസ്പരം ജനങ്ങൾ മത്സരിച്ചുകൊണ്ട് ഉയർച്ചയിലുള്ള കെട്ടിടങ്ങൾ അവർ പിന്നെ എന്ത് ചെയ്യാണ്, ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കാലമാകുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഏത് കാലഘട്ടത്തിലാണ്? കൂടിപ്പോയാൽ ഹദീസുകളിൽ ഒരു നില വരെയുള്ള കെട്ടിടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് മദീനത്ത് താമസിക്കുന്ന സമയത്ത് അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹുവിന്റെ വീട്ടിലാണ് ആദ്യം താമസിച്ചത്. അപ്പൊ അങ്ങനെ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴത്തെ നിലയിലും അബു അയ്യൂബ് അൽ അൻസാരി മേലത്തെ നിലയിലും താമസിച്ചപ്പോ അബു അയ്യൂബ് അൽ അൻസാരിക്ക് ബുദ്ധിമുട്ടായി. അതിനെ വേണ്ട, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴത്തെക്കുമ്പോ മേലെ ഞാൻ നിൽക്കുക എന്നുള്ളത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മേലത്തെ നിലയിലും തൊട്ട് മേലെ നിലയിലും അബു അയ്യൂബ് അൽ അൻസാരി താഴെയുമായിട്ട് താമസിക്കേണ്ടായിരുന്നു ആദ്യകാലത്ത് ഹിജ്റ ഉണ്ടാക്കുന്നതിന് മുമ്പ്. അപ്പോ അങ്ങനെയൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തില്ല, ഇന്നത്തെ പോലത്തെ കെട്ടിടങ്ങളുണ്ടോ? ഇല്ല. അവരെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്നതും, ഇപ്പൊ മസ്ജിദ് ഉണ്ടാക്കിയത് എന്താണ്, മണ്ണ് കുഴച്ചുകൊണ്ട് അച്ചിലുണ്ടാക്കി ഓരോ കട്ടകളാക്കിയിട്ട് അതടുക്കി ഈന്തപ്പന തടി കൊണ്ട് വെച്ചിട്ട് ഈന്തപ്പന ഓല കൊണ്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണെന്നുള്ളത്. അന്ന് വിശ്വാസം മസ്ജിദ് ഉണ്ടാക്കിയത്. അന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഉയർച്ചയിൽ വളരെ ഉയരത്തിലുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് നമ്മുടെ നാടുകളിൽ വരെ വളരെ ഉയരത്തിലുള്ള കെട്ടിടങ്ങൾ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വിദേശത്തൊക്കെ പോയ ആളുകൾക്ക് അറിയാം, അവിടെ കെട്ടിടങ്ങൾ എത്ര 20, 30 അതിനേക്കാൾ അപ്പുറത്തേക്കും ഒക്കെ നിലയുള്ള കെട്ടിടങ്ങളാണ്. അപ്പോ അന്ത്യനാളിന്റെ ഒരു അടയാളമായിട്ട് ഹദീസ് ജിബ്രീലിലെല്ലാം വന്നിട്ടുള്ളത് പോലെ അറബ് നാടുകളിൽ ഉള്ള ആളുകൾ, പ്രത്യേകിച്ച് ആടിനെ മേച്ച് മരുഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾ, അവരതിൽ മത്സരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് അന്ത്യനാൾ അടുത്തിട്ടുണ്ട് എന്നുള്ളത്, അതിലേക്ക് വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അടുത്തൊരു അസറിൽ അനിൽ ഹസൻ വഹുവൽ ബസരി, ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞതായിട്ട് ഒരു വാക്കാണ്, ഖാല കുൻതു അദ്ഖുലു ബുയൂത അസ്വാജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വീട്ടിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നു. ഹസൻ ബസരി വളർന്നത് ആരുടെ വീട്ടിലാണ് അറിയോ? വളർന്നിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിയായ ഉമ്മു സലമയുടെ മൗലയായിട്ട്, അടിമയായിട്ടാണ് ഹസൻ ബസരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിലാണ് വളരുന്നത്. ഉമ്മു സലമയുടെ വീട്ടിലാണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയായിരിക്കുമ്പോൾ ആ വീടുകളിലാണ് ഹസൻ ബസരി ഉണ്ടായിരുന്നത്. അപ്പൊ ഹസൻ ബസരി പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ വീടുകളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. ഫി ഖിലാഫത്തി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ കാലത്ത്.
അപ്പൊ എത്രയാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞ്, ഉമർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫ ആയിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് പറയാണ്. ഫഅതനാവലു സുഖുഫഹാ ബിയദി, ആ വീടുകളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ വീടുകളുടെ മേൽത്തട്ട്, സുഖുഫ് എന്ന് പറഞ്ഞാല് മേലത്തെ മേൽപ്പുര, അതെന്റെ കൈ കൊണ്ട് എനിക്ക് തൊടാൻ സാധിക്കുമായിരുന്നു എന്ന് പറയാം. സാധിക്കുമായിരുന്നു. കാരണം അങ്ങനെ അത്ര ഉയരം, ഒരു പ്രായം നോക്കുകയാണെങ്കിൽ ഇപ്പോ ഏകദേശം എത്രയുണ്ടാവും? പിന്നെ ഉസ്മാൻ ഉമർ റളിയല്ലാഹുവിന്റെ 10ഉം അബൂബക്കറിന്റെ 2ഉം പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടം ഒരു 15 വയസ്സിന്റെ ഉള്ളിലാണ് കൂടിപ്പോയ 10ഓ ആ പ്രായമായിരിക്കും ഉണ്ടാവുള്ളൂ. ഹസൻ ബസീർ റഹിമഹുള്ളാഹ്ക്ക് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് ഉണ്ടാവുള്ളൂ, ഏകദേശം കണക്ക് പ്രകാരം. കാരണം ഒന്ന് താബിഇയാണ്, നബിയുടെ കാലത്ത് എന്ത് ചെയ്തിട്ടില്ല, ജനിച്ചിട്ടില്ല. ഹിജ്റ പിന്നെ വഫാത്തിന് ശേഷമാണ് ജനിച്ചിട്ടുള്ളത്. അപ്പൊ അത് കൂട്ടി നോക്കുമ്പോൾ തന്നെ 10 വയസ്സിന്റെ ആ ഭാഗത്താണ് പ്രായം ഉണ്ടാവുള്ളൂ. അപ്പൊ അന്ന് എത്രയാണ് ഉയരം എനിക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത്ര ഉയരത്തിലാണ് അന്നത്തെ വീടുകൾ ഉണ്ടായിട്ടുള്ളൂ എന്ന് അറിയിക്കുകയാണ്. അപ്പോ ഈ കെട്ടിടങ്ങൾ വളരെ ഉയരത്തിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി മത്സരിക്കുക എന്നുള്ളതൊക്കെ അന്ത്യനാളിന്റെ അടയാളമാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടായിരുന്ന വീടുകളുടെയും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വീടിന്റെയും അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. عن داود بن قيس قال داود بن قيس താബിഈങ്ങളിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് റഅയ്തുൽ ഹുജറാത്തി മിൻ ജദീദിൻ നഖൽ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരുടെ ഹുജറകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ തൂണായിക്കൊണ്ട് ഈന്തപ്പനയുടെ തടി കൊണ്ട് അത് വെച്ചിട്ടുണ്ടാകും. വഗശ്ശാ മിൻ ഖാരിജിൻ മസൂഹി ശഅർ, അവിടെ ഈ രോമങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള തുണി പോലത്തെ കാര്യം കൊണ്ടാണ് അതിനെ മൂടിയിട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ അതിന്റെ മേലെ ഉണ്ടായിരുന്ന ആ രീതിയിലായിരുന്നു. وأظن عرض البيت من باب الحجرة إلى باب البيت نحو من 6 أو 7 أذرع, വീടിന്റെ പ്രധാന ഒരു കവാടവും പിന്നെ അതായത് ഹുജറ എന്ന് പറയുമ്പോൾ ആ ഹുജറയുടെ അകത്തുള്ള റൂമുകൾക്കാണ് പൊതുവെ ബൈത്ത് എന്ന് പറയാം. ബൈത്ത് എന്നുള്ള പൊതുവെ വീടിന് പറയുമെങ്കിലും രാത്രി കിടക്കുന്ന സ്ഥലത്തിനാണ് എന്ത് പറയുക, ബൈത്ത് എന്ന് പറയുക. അപ്പോ ഈ മെയിൻ ഡോറും ഈ ഹുജറയും തമ്മിലുള്ള അല്ലെങ്കിൽ ഹുജറയുടെ ബൈത്തും തമ്മിലുള്ള ഒരു അകൽച്ച ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 or 7 മുഴം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ ഈ ആ റൂമിന്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് 10 മുഴം മാത്രമാണ് നീളം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു മുഴം പറഞ്ഞാൽ ഏകദേശം എത്രയാണ്, എന്താണ് അറിവ്, ഒരു മുഴം, ഒരു സിറാ. നിലത്ത് നിന്ന് പിന്നെ മേൽത്തട്ട് വരെയുള്ളത് അത് ഏകദേശം 8 or 7 മുഴം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ആയിഷ റളിയല്ലാഹുവിന്റെ വീടിന്റെ മുൻപിൽ ഞാൻ നിന്നിട്ടുണ്ട്. അത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ് അതിന്റെ കവാടം ഉണ്ടായിരുന്നത് എന്ന് ഈ താബിഈ ആ വീടുകളെ പറ്റി പറയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് അത്രയും ചെറിയ രീതിയിലുള്ള അങ്ങനത്തെ വീടുകളിലാണ് അവർ താമസിച്ചിട്ടുള്ളത്, അവർ ജീവിച്ചിട്ടുള്ളത്. ഒരിക്കലും നമ്മൾ ഇന്ന് പലരും ആഗ്രഹിക്കുന്നത് പോലെ കൊട്ടാരം പോലെയുള്ള വീടുകൾ, ആവശ്യത്തിനുള്ള ഒരു വീടുണ്ടാക്കാം, വരുന്നുണ്ട്, ഒരാൾ ആവശ്യത്തിനുള്ള വീടായിട്ട് ഉണ്ടാകാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ആർഭാടം കാണിച്ചുകൊണ്ട് വലിയ കൊട്ടാരക്കണക്കിനുള്ള അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു 4 മക്കളും ഒരു പോയും വേണമെങ്കിൽ അതിലൊരു 8 or 10 റൂം അല്ലെങ്കിൽ വളരെ ആർഭാടമായിട്ട് അനാവശ്യമായിട്ട് ഉണ്ടാക്കുന്ന അവസ്ഥ ഒരു മുസ്ലിം ചെയ്യുമ്പോൾ അവൻ ആലോചിക്കണം. ഈ ഉമ്മത്തിലെ ഏറ്റവും ഖൈറായിട്ടുള്ള ഖൈറുൽ അനാം, ഏറ്റവും ഖൈറായിട്ടുള്ള സൃഷ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് താമസിച്ചത് എന്ന്. അടുത്ത ബാബ് മൻ ബന, ഈ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച ആളുകളുമായി ബന്ധപ്പെട്ട്. അൻ ഖൈസ് ഇബ്നു അബി ഹാസിം ഖാല, ഖൈസ് ഇബ്നു അബി ഹാസിം താബിഈയാണ്. അദ്ദേഹം പറയാണ് ദഖൽന അലാ ഖബ്ബാബ് നഊദുഹു, ഞങ്ങൾ ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെന്നു. ഖബ്ബാബ് റളിയല്ലാഹുവിനെ രോഗ സന്ദർശനം നടത്താൻ വേണ്ടിയിട്ട്. ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ ചരിത്രം അറിയോ? ഖബ്ബാബ് റളിയല്ലാഹു കേട്ടിട്ടുണ്ടോ? ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഒരുപാട് ത്യാഗം സഹിച്ച, പുറത്ത് തീ ചൂടാക്കിക്കൊണ്ട് അതിൽ പിന്നെ കിടത്തി വിറകുകൊള്ളികൾ പുറത്ത് കുത്തി അങ്ങനെ പുറത്തെ മാംസമെല്ലാം പോയി എല്ല് കാണുന്ന അവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു സഹാബിയാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അങ്ങനെ രോഗിയായി കിടക്കുന്ന ഈ സമയത്തല്ല, ഇതിനുശേഷമുള്ള കാലത്താണ്. അദ്ദേഹം പിന്നീട് ജീവിച്ചിട്ടുണ്ട്, റമളാനിന്റെ കാലത്തൊക്കെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുണ്ട്. അപ്പൊ താബിഈങ്ങൾ രോഗിയായി കിടക്കുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹു സന്ദർശിക്കാൻ പോയി. വഖദ് ഇക്തവ 7 കയ്യാത്തിൻ, ആ പിന്നെ
ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിന് 7 കൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കൈ പറഞ്ഞാൽ കരിക്കൽ ചികിത്സ 7 തവണ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു കാര്യമായ രോഗമായിട്ട് അതിന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫഖാല, അങ്ങനെ രോഗസന്ദർശനത്തിന് വേണ്ടി ചെന്ന സമയത്ത്, രോഗിയായിട്ട് ഇത്രയും കൈക്ക് ചെയ്തിട്ട് കിടക്കുന്ന സമയത്ത് ഈ താബീങ്ങൾ ചെന്നപ്പോൾ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ഇവരോട് പറഞ്ഞു, ഇന്ന അസ്ഹാബന അല്ലദീന സലഫു മവൗ വലം തൻഖുസുഹും ദുനിയ. അവർക്ക് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന അസ്ഹാബന, നമ്മുടെ കൂട്ടുകാർ അഥവാ സഹാബികളെ പറ്റി പറയാണ്. അതായത് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്, പറയാണ് നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള സഹാബികൾ അല്ലദീന സലഫു മവൗ, മരണപ്പെട്ടു പോയ, ദുനിയാവ് വിട്ടു പോയ ആളുകൾ, വലം തൻഖുസുഹും ദുനിയ, അവർക്ക് ദുനിയാവ് ഒന്നും കുറച്ചിട്ടില്ല. അതായത് അവർ ഈ ലോകത്ത് ചെയ്ത സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ദുനിയാവിൽ കിട്ടിക്കൊണ്ട് ഈ ദുനിയാവ് അവരുടെ പ്രതിഫലം ഒന്നും കുറച്ചിട്ടില്ല. അഥവാ അവർ ഒരുപാട് ത്യാഗം സഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പട്ടിണി കടന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹിജ്റ ചെയ്തു, ജിഹാദ് ചെയ്തു, അതുപോലെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. എന്നിട്ട് അവർക്ക് ദുനിയാവ് ഒന്നും ലഭിക്കാതെ തന്നെ അവർ മരണപ്പെട്ടു പോയി. പിൽക്കാലത്ത് സഹാബികൾ ധാരാളം കിഴക്കും പടിഞ്ഞാറും ഭരിക്കുന്ന, കീഴ്പ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സമ്പത്ത് മുസ്ലിം ലോകത്തിനുണ്ടായ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോ ഈ സഹാബി പറയാണ്, നമ്മളൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാർ അവർ കഴിഞ്ഞുപോയി, അവർ മരണപ്പെട്ടു പോയി. അവരുടെ പരലോകത്തെ പ്രതിഫലം ദുനിയാവ് അവർക്ക് കിട്ടിക്കൊണ്ട് ഒന്നും അവർ കുറച്ചിട്ടില്ല. ഒന്നും ദുനിയാവ് അവരുടെ പ്രതിഫലം കുറഞ്ഞിട്ടില്ല, ദുനിയാവ് അവർക്കൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് വെക്കാൻ മണ്ണല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല. ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, സമ്പത്ത് അധികരിച്ച് വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിൽ മുഴുകുന്ന അവസ്ഥയെ നമ്മൾ മാറിപ്പോയിട്ടുണ്ട് എന്ന് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും നഹാന അൻ നദ്ഉ ബിൽ മൗത്ത്, മരണത്തെ തേടുന്നത് വിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഒരു കാരണവുമില്ലാതെ മരിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല, മരണത്തെ തേടാൻ പാടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലദഅഉതു ബിഹി, ഞാൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എന്തിനാ? ദുനിയാവ് വർദ്ധിച്ചിട്ട് ആളുകൾ പണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ കെട്ടിടങ്ങളൊക്കെ, വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയ ഒരു കാലത്തിന്, കാലത്തിന് ശേഷം അന്ന് കാലത്തുണ്ടായിരുന്ന, അങ്ങനെ സമ്പത്ത് കൂടിയ കാലത്ത് ഈ സഹാബി പറയുന്ന വാക്കാണത്. ഈ സഹാബി, കാരണം ഈ ദുനിയാവ് ലഭിച്ചുകൊണ്ട് അവരുടെ പ്രതിഫലം നഷ്ടപ്പെടുക. സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ സ്വന്തത്തിലൊന്ന് ആലോചിച്ചാൽ മതി. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന എന്താണ് ശരിക്ക്? നല്ല വലിയ പിന്നെ കൊട്ടാരം പോലത്തെ സൗകര്യങ്ങളുള്ള ഒരു ആഡംബര ജീവിതം ആണ് നമ്മുടെയൊക്കെ ആഗ്രഹം. എന്നാൽ സഹാബികൾ അങ്ങനെയൊന്നും ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് മരിക്കാൻ പ്രാർത്ഥിക്കാൻ അനുവാദം തന്നിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നു എന്നുള്ളത്. കാരണം ദുനിയാവിൽ ചെയ്ത അമൽ, നമ്മളിപ്പോ ആകെ ചെയ്യുന്നത് കുറച്ച് നിസ്കാരം ഉണ്ടാവും, അത് തന്നെ അതിൽ ഖുശൂ ഉണ്ടോ ഇല്ലേ എന്നുള്ളതിന് അറിയാം. അതുപോലെ തന്നെ ചെറിയ ചെറിയ അമലുകൾ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതിലുള്ള ദുനിയാവ് തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ധാരാളം കിട്ടുന്നുണ്ട്. നമുക്ക് ഒന്നിനൊരു കുറവില്ല, അൽഹംദുലില്ലാ. പക്ഷെ അങ്ങനെ ഇതൊന്നും ലഭിക്കാതെ പോയ സഹാബികൾ അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഹാബി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന് തുടർച്ചയായിട്ട് പറയുന്നുണ്ട് ഈ താബഈ, വീണ്ടും ഒരു തവണ ഞങ്ങൾ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു സന്ദർശിക്കാൻ പോയി. വഹുവ യബ്നി ഹായിതൻ ലഹു ഫഖാല, അപ്പോ അദ്ദേഹത്തിന്റെ പിന്നെ എന്തോ ഒരു ചുമരോ മറ്റോ, എന്തോ ഒരു പിന്നെ മതിലോ മറ്റോ അദ്ദേഹം ഇങ്ങനെ നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ കാര്യങ്ങൾ നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് പറഞ്ഞു, ഇന്നൽ മുസ്ലിമ യുഅ്ജറു ഫീ കുല്ലി ഷൈഇൻ യുൻഫിഖുഹു, ഒരു മുസ്ലിമിന് അവൻ ചെലവഴിക്കുന്ന എല്ലാത്തിനും പ്രതിഫലം ലഭിക്കും. ഇല്ലാ ഫീ ഷൈഇൻ യജ്അലുഹു ഫി തുറാബ്, അവൻ മണ്ണിന്റെ മേലെ ചെലവഴിക്കുന്നത് ഒഴിച്ച്, അതായത് അനാവശ്യമായിട്ട് കെട്ടിടം ഉണ്ടാക്കി വെക്കുന്ന, അല്ലെങ്കിൽ അതുപോലെ, അതായത് അവന് ആവശ്യമുള്ളതിനേക്കാൾ വലിയ രീതിയിൽ വീടോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് പ്രതിഫലം ലഭിക്കാൻ പോകുന്നില്ല എന്ന് ഈ സഹാബി പറയാണ്. ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണത്. ഒരുപാട് ഉപദേശങ്ങൾ ആ ഒരു വാക്കിൽ ഉണ്ട്. കാരണം നമ്മൾ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട എന്താണ്? സഹാബികളുടെ ജീവിതവുമായിട്ടാണ് നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്യേണ്ടത്. പക്ഷെ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമ്മളെല്ലാവർക്കും സംഭവിച്ചു പോകുന്ന, എല്ലാവരും എന്ന് ഉദ്ദേശിച്ചത് നല്ല ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ പൊതുവെ ഇന്ന് മനുഷ്യർക്ക് പൊതുവെ എന്ന് വർദ്ധിച്ചുള്ളൊരു കാര്യം സമ്പത്തിനോടുള്ള ആർത്തിയും ആഡംബര ജീവിതത്തിനോടുള്ള ഇഷ്ടവും അതിന് പിന്നാലെ ജീവിച്ചു തീർക്കുന്ന, അതിനു വേണ്ടി പണിയെടുക്കുന്ന, അത് ലക്ഷ്യമായി വെക്കുന്ന ഒരു അവസ്ഥ നാളുകളിൽ ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഭയപ്പെട്ടിട്ടുള്ള ഒരു കാര്യവുമാണ്. അടുത്ത അസറിൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ قال അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ് മറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന ഉസ്ലിഹു ഖുസ്സൻ ലനാ. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ അടുക്കലൂടെ കടന്നുപോയി. ഞാൻ എനിക്കുള്ള ഒരു ചെറിയ കൂടാരം പോലത്തെ ഒരു ചെറിയ വീടിന്റെ പോലെയുള്ളത് അത് ഞാൻ നന്നായിക്കൊണ്ടിരിക്കുകയായിരുന്നു, എന്റെ പണിയിലായിരുന്നു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മാ ഹാദാ, നീ എന്തായി ചെയ്യുന്നത്, ഇതെന്താന്ന് ചോദിച്ചു. ഖുൽതു ഉസ്ലിഹു ഖുസ്സനാ യാ റസൂലല്ലാഹ്, റസൂലേ ഞങ്ങൾക്കുള്ള ഈ ഒരു വീട്, ഈ ഒരു കൂടാരം അത് ഞങ്ങൾ നേരായിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ നേരാക്കുകയാണെന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ അംറു അസ്റഉ മിൻ ദാലിക്, കാര്യം അതിനേക്കാൾ വേഗത്തിലാണ് എന്ന് പറഞ്ഞു. ചില റിവായത്തിൽ മാ അറൽ അംറ ഇല്ലാ അഅജല മിൻ ദാലിക്, കാര്യം എന്നുള്ളത് അഥവാ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണവും അന്ത്യനാളും ഈ ദുനിയാവും എല്ലാം എന്നുള്ളത് ഇതിനേക്കാൾ വേഗത്തിൽ ഇല്ലാതാവും. അതായത് നീ ഇത് നേരാക്കി ഇത് പണി തീർക്കുന്നതിന് മുമ്പ് തന്നെ മരണവും അതുപോലെ ലോകാവസാനവും എല്ലാം പെട്ടെന്ന് തന്നെ സംഭവിക്കുന്ന കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുക. അതായത് സഹാബികൾ ഏറ്റവും അധികം സഹാബികളെയും മുസ്ലിമുകളെയും ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ദുനിയാവിൽ വഞ്ചിതരാകരുത്, അത് നിങ്ങളെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കും, അള്ളാഹുവിനെ കുറിച്ചുള്ള അശ്രദ്ധയിലേക്ക് എത്തിക്കും, അത് വലിയ പാപങ്ങളിലേക്ക് എത്തിക്കും, അത് പിന്നീട് കുഫറിലേക്കും എല്ലാം എത്തിക്കുന്ന കാര്യമായിരിക്കും. ഏറ്റവും വലിയ ജാഹിദായിരുന്നു, ദുനിയാവിനോട് വിരക്തിയുള്ള ആളായിരുന്നു. സഹാബികൾ അതിന് പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇതിനേക്കാൾ വേഗത്തിൽ ഇതെല്ലാം നശിച്ചു പോകും, കാര്യം അത്രയും അതിനേക്കാൾ വേഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. ബാബു അൽ മസ്കനുൽ വാസിഅ, അടുത്ത ബാബു വരുന്നത് വിശാലതയുള്ള ഒരു വീട്, അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. വിശാലതയുള്ള ഒരു വീട്, നമ്മൾ നേരത്തെ പറഞ്ഞു വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനെ ദമ്മ് ചെയ്തുകൊണ്ട് അതിന്റെ നിസ്സാരത പറഞ്ഞുകൊണ്ടുള്ള അസറുകളാണ് വായിച്ചത്. എന്നാൽ അയാൾക്ക് ജീവിക്കാൻ ആവശ്യമായ രീതിയിൽ, അയാൾക്കും അയാളുടെ കുടുംബത്തിനും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ ഒരു വീടുണ്ടാവുക എന്നുള്ളത് തെറ്റാണോ അല്ലെങ്കിൽ ഒരു കുറവാണോ? ഒന്നുമല്ല. അങ്ങനെ ഒരാൾ ഉണ്ടാവുക ഖൈറാണ്, ദുനിയാവിലെ നന്മയാണ്. ഒരു ഇടുക്കമില്ലാത്ത അയാളുടെ ആവശ്യങ്ങൾക്ക് ഉള്ള ഒരു വീട് ലഭിക്കുക എന്നുള്ളത് ഖൈറായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിൽ നിന്ന് പരിധി വിടുമ്പോഴാണ് അത് ദോഷമായിട്ട് മാറുന്നത്. ഈ ബാബിൽ പറയുകയാണ് നാഫി' ഇബ്നു അബ്ദുൽ ഹാരിസ് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നാഫി' ഇബ്നു അബ്ദുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മിൻ സആദത്തിൽ മർഇ, ഒരു വ്യക്തിക്ക് കിട്ടുന്ന സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്, ദുനിയാവിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ് അൽ മസ്കനുൽ വാസിഅ, വിശാലതയുള്ള ഒരു വീട്, അഥവാ അവനും അവന്റെ കുടുംബത്തിനും താമസിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു വീട് അവന് ലഭിക്കുക എന്നുള്ളത് ദുനിയാവിലെ ഖൈറാണ്. ദുനിയാവിലൊരു വീടുണ്ടാവുക എന്നുള്ളതും അത് അവന്റെ ആവശ്യത്തിന് വിശാലതയുള്ളതാവുക എന്നുള്ളതും ഖൈറായിട്ടുള്ള കാര്യമാണ്, ദുനിയാവിലെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. രണ്ടാമത്തേത് പറഞ്ഞു വൽ ജാറുസ് സാലിഹ്, സ്വാലിഹായിട്ടുള്ള ഒരു അയൽവാസി ലഭിക്കുക എന്നുള്ളത്. ഇപ്പൊ പല ആളുകളും കാണാം, നല്ല വീടുണ്ടായാലും അയൽവാസി മോശമായാലും എന്താണ്, അവിടെ സമാധാനം ജീവിക്കാൻ പറ്റൂല. ഇപ്പൊ നല്ല വീടുണ്ട്, അയൽവാസിയുടെ ഉപദ്രവത്തിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലോ നമ്മൾ എന്തായിരിക്കും അവസ്ഥ? അയൽവാസി പല രീതിയിൽ ഉപദ്രവിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അയൽവാസിയുടെ ഉപദ്രവം എപ്പോഴും ഉണ്ടാകാം, അങ്ങനെയൊക്കെ പേടിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ ആലോചിക്കും. സ്വാലിഹായിട്ടുള്ള ഒരു അയൽവാസി ഉണ്ടാവുക എന്നുള്ളത്. വൽമർകബുൽ ഹനീഉ, വളരെ സുഗമമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രാ മൃഗം എന്നുദ്ദേശം നമ്മൾ ഇന്ന് കാലത്ത് പറഞ്ഞാൽ ഒരു വാഹനം ഉണ്ടാവുക എന്നുള്ളത്. ഒരാൾക്ക് അവന്റെ ആവശ്യത്തിന് ആവശ്യമായ രീതിയിൽ, അവന്റെ കുടുംബത്തിന് ആവശ്യമായ രീതിയിൽ വാഹനം, അത് ഏറ്റവും സുഖമായിട്ട് ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹന മൃഗം അല്ലെങ്കിൽ ഇന്ന് കാലത്ത് വാഹനം ഉണ്ടാവുക എന്നുള്ളതും ദുനിയാവിന്റെ സൗഭാഗ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യമല്ല. പക്ഷെ അമിതമായി ദുർവ്യയം കാണിക്കുക, അമിതവ്യയം കാണിക്കുക, ഇസ്രാഫ് ഉണ്ടാവുക എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ഇതേ ആശയത്തിലുള്ള മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, അർബഉ മിനസ് സആദ, 4 കാര്യങ്ങൾ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. അൽമർഅതു സ്വാലിഹ, ഒന്നാമത് പറഞ്ഞു സ്വാലിഹത്തായ ഒരു ഭാര്യ. രണ്ടാമത്തേത് വൽ മസ്കനുൽ വാസിഅ, വിശാലതയുള്ള ഒരു വീട്. വൽ ജാറുസ് സാലിഹ്, സ്വാലിഹായിട്ടുള്ള അയൽവാസി. വൽ മർകബുൽ ഹനീഉ, സുഗമമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്ന വാഹനം. അതിനോടൊപ്പം പറഞ്ഞു വഅർബഉ മിനശ് ശഖാ, 4 കാര്യങ്ങൾ ദൗർഭാഗ്യത്തിൽപ്പെട്ടതാണ്, അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉപദ്രവമായിട്ടുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? അൽ ജാറുസ് സൂ, മോശപ്പെട്ട ഒരു അയൽവാസി. വൽമർഅതു സൂ, മോശപ്പെട്ട ഒരു ഭാര്യ. വൽമർകബു സൂ, മോശപ്പെട്ട ഒരു വാഹനം, എപ്പോഴും കേടുപറ്റുന്ന ഒരു യാത്ര പോയാൽ ബുദ്ധിമുട്ടാകുന്ന വാഹനം. വൽമസ്കനു ദയ്യിഖ്,
അവനും അവന്റെ കുടുംബത്തിനും പോരാത്ത രീതിയിൽ ഇടുങ്ങിയതായിട്ടുള്ള ഒരു വീട്. ഈ കാര്യങ്ങൾ സൗഭാഗ്യത്തിൽപ്പെട്ടതാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ ആവശ്യമായ രീതിയിൽ ദീനെല്ലാം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ദുർവ്യയവും അമിതവ്യയവും ദീനെ വിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് ബാബു നഖ്ഷിൽ ബുന്യാൻ, വീടുകളെ അല്ലെങ്കിൽ വീടും അതുപോലെ വീടിന്റെ കെട്ടിടത്തിനെയെല്ലാം പ്രത്യേകമായിട്ട് അലങ്കരിക്കുന്ന അവസ്ഥ, വീടിനെല്ലാം പ്രത്യേകമായിട്ട് അലങ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال نبي صلى الله عليه وسلم പറഞ്ഞു لا تقوم الساعة حتى يبني الناس بيوتا يشبهونها بالمراجل أي بالمراحل. അതായത് അന്ത്യനാൾ സംഭവിക്കുകയില്ല, ജനങ്ങൾ വീടുകളെ മറാജിലുമായിട്ട് അതുപോലെ ഉണ്ടാക്കുന്നവരെ. ഖാല ഇബ്രാഹിം, ഇതിന്റെ റാവി പറയുകയാണ് യഅനി അത്ഥിയാബ് അൽ മുഖത്തത, ഡിസൈനുള്ള ഒരു വസ്ത്രം പോലെ എന്നുള്ളത്. അതായത് വീടുകൾക്ക് എന്തെങ്കിലും ഡിസൈൻ വെച്ചിട്ടുകൊണ്ടുള്ള ആ രീതിയിലുള്ള അലങ്കാരപ്പണികൾ ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള വീടുകൾ ആളുകൾ ഉണ്ടാക്കുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുക. ഇത് ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഒരുപാട് അലങ്കാരപ്പണികളുള്ള അല്ലെങ്കിൽ കൊത്തുപണികളുള്ള ചിത്രം വരച്ചിട്ടുള്ള ജീവനുള്ള വസ്തുക്കളിൽ ചിത്രം വരച്ചിട്ടുള്ള അങ്ങനത്തെ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള അങ്ങനെയുള്ള വീടുകളൊക്കെ ഇന്ന് സമൂഹത്തിൽ ധാരാളം നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് അന്ത്യനാളിന്റെ അടയാളമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണത്. ഇപ്പൊ എന്തെങ്കിലും ആളുകളുടെ ചിത്രങ്ങൾ, മൃഗങ്ങളുടെ ചിത്രങ്ങൾ, അങ്ങനെയൊക്കെയുള്ള വസ്ത്രത്തിനാണ് ഈ മുറജ്ജൽ എന്ന് പറയുക. അങ്ങനെയുള്ള വീടുകൾ ഉണ്ടാകും എന്നുള്ളത്. عن وراد كاتب المغيرة قال അടുത്ത റിവായത്തിൽ വറാദ് റഹിമഹുല്ലാ, അതായത് മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവിന്റെ കാത്തിബായിരുന്നു. അതായത് അന്ന് കാലത്ത് അറിയപ്പെട്ട ഇൽമുള്ളവർക്കും അതുപോലെ തന്നെ ഭരണാധികാരികൾക്കും അവർക്കൊക്കെ കാത്തിബുകൾ ഉണ്ടാവും. കാത്തിബുകൾ എന്ന് പറഞ്ഞാൽ ഇവരെന്തെങ്കിലും എഴുത്ത് അങ്ങോട്ട് അയക്കാനൊക്കെ അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ എഴുതാനായിട്ട് ആളുകൾ ഉണ്ടാവും. അപ്പൊ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവിന്റെ കാത്തിബായിരുന്നു വറാദ്. അദ്ദേഹം പറയാണ് കതബ മുആവിയ ഇലൽ മുഗീറ, മുആവിയ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുഗീറത്ത് ഇബ്നു ശുഅബയിലേക്ക് ഒരു കത്ത് എഴുതുകയുണ്ടായി. മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. ഉക്തുബ് ഇലയ്യ മാ സമിഅത മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട എന്തെങ്കിലും കാര്യം എനിക്ക് എഴുതി അയക്കണം എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു ആരോട് പറയാണ്? കത്ത് എഴുതി അയക്കാണ്. മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു കത്ത് എഴുതി അയക്കാണ്. فكتب إليه أبو مغيرة بن شعبة تجي إلدي إن نبي الله صلى الله عليه وسلم كان يقول في دبر كل صلاة, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിസ്കാരത്തിന്റെ അവസാനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു അല്ലാഹു ഇലാഹില്ല, അവൻ ഏകനാണ്, അവനൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്ക്, അവനാണ് എല്ലാ ആധിപത്യവും. വലഹുൽ ഹംദ്, അവനാണ് സർവസ്തുതിയും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, അല്ലാഹുവേ നീ നൽകിയത് തടയാൻ ഒരാളുമില്ല. വലാ മുഅതിയ ലിമാ മനഅത, നീ തടഞ്ഞത് നൽകാൻ ഒരാളുമില്ല. വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്, നിന്റെ അടുക്കൽ ഒരാളുടെ പരിശ്രമവും ഒരു തരത്തിലും ഉപകരിക്കാനും പോകുന്നില്ല. വകതബ ഇലൈഹി, എന്നിട്ട് പിന്നെ അതിനോടൊപ്പം എഴുതുകയുണ്ടായി ഇന്നഹു കാന യൻഹാ അൻ ഖീല വഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിക്കാറുണ്ടായിരുന്നു കേട്ടതും അവിടുന്ന് ഇവിടുന്ന് കേട്ട ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന വിരോധിക്കാറുണ്ടായിരുന്നു. വഖാല വകസറത്തു സുആൽ, അതുപോലെ തന്നെ അധികരിച്ച ചോദ്യങ്ങൾ, അഥവാ ആളുകളോട് ആവശ്യക്കാരനായി യാചിക്കുന്ന ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ അതും വിരോധിച്ചിട്ടുണ്ട്. വഇളാഅത്തിൽ മാൽ, സമ്പത്ത് പാഴാക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിക്കാറുണ്ട്, അനാവശ്യമായിട്ട് സമ്പത്ത് ചെലവഴിക്കുന്നത്. വകാന യൻഹാ അൻ ഉഖൂഖിൽ ഉമ്മഹാത്ത്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള കാര്യമാണ് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക, മാതാപിതാക്കളെ പ്രത്യേകിച്ച് ഉമ്മമാരെ വേദനിപ്പിക്കുക എന്നുള്ളത്. വവഅദിൽ ബനാത്ത്, അതുപോലെ തന്നെ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരവസ്ഥ അന്ന് കാലത്ത് പിന്നെ ആളുകൾക്ക് ഉണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ആദ്യകാലത്ത്. അപ്പൊ അതിന് വിശ്വാസം വിരോധിച്ചിട്ടുണ്ട്. വമൻഇൻ വഹാത്തിൻ, അതുപോലെ തന്നെ
നൽകാൻ കഴിവുള്ളവൻ അല്ലെങ്കിൽ ആ നൽകുന്നതിനെ തടഞ്ഞു വെക്കുന്നതും അതുപോലെ തന്നെ ആളുകളോട് അനാവശ്യമായി ചോദിക്കുന്നതും യാചിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എഴുതിക്കൊണ്ട് മുഗീറത്ത് ബിൻ ശുഅബ മുആവിയ റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിച്ച് കത്തയക്കുകയാണ്. അപ്പോൾ ആലോചിച്ച് സഹാബികൾ തമ്മിൽ അവര് കേട്ടിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് പോലും അവരെന്ത് ചെയ്തിട്ടുണ്ട്, പരസ്പരം ചോദിച്ചിട്ടുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഇത്ര അധികം ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഇത്ര അധികം കിതാബുകളായി ഇന്ന് ലഭിക്കുന്ന ഒരു അവസ്ഥയിൽ അതിനെ പഠിക്കാനോ അതിനെ മനസ്സിലാക്കാനോ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മൾ എത്രത്തോളം പിന്നിലാണെന്ന് ആലോചിച്ച് നോക്കി. അവരെന്തിനാണ് ഈ ഒരു ഹദീസ് കിട്ടിയാൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നുള്ളത്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാര ശേഷം ചൊല്ലിയിരുന്ന മഹത്തായ ഒരു ദിക്ർ കിട്ടി. അതുപോലെ തന്നെ വിരോധിച്ച കേട്ടതൊക്കെ വിളിച്ചു പറയുന്ന അവസ്ഥ, അതുപോലെ മറ്റുള്ളവരോട് ചോദിച്ച് യാചിക്കുന്ന വിരോധിച്ചുകൊണ്ട്, സമ്പത്ത് പാഴാക്കുന്ന വിരോധിച്ചുകൊണ്ട്, ഉമ്മമാരെ ബുദ്ധിമുട്ടിക്കുന്ന വിരോധിച്ചുകൊണ്ട്, പെൺമക്കളെ വധിച്ചു കളയുന്ന വിരോധിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നൽകാൻ കഴിവുള്ളവർ നൽകാതിരിക്കുന്നതും അതുപോലെ അനാവശ്യമായി യാചിക്കുന്നതും ചോദിക്കുന്നതും വിരോധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ലഭിക്കുന്നത്. അപ്പൊ ഹദീസ് പഠിക്കാൻ പ്രത്യേക താല്പര്യം ഉണ്ടാകണം. അതുപോലെ ഈ ഹദീസിന്റെ ആശയത്തെ മനസ്സിലാക്കുകയും ചെയ്യുക. മറ്റൊരു ഹദീസ് ഈ കിതാബിൽ അഥവാ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണവും സമ്പത്ത് അനാവശ്യമായി ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകളിൽ ഈ ബാബിൽ അവസാനത്തെ ഹദീസാണ്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ യുനജ്ജിയ അഹദൻ മിൻകും അമലുഹു, നിങ്ങളിൽ ഒരാളെയും നിങ്ങളുടെ കർമ്മങ്ങൾ മാത്രമായി കൊണ്ടല്ല രക്ഷപ്പെടുത്തുന്നത് അഥവാ സ്വർഗപ്രവേശനം ലഭിക്കുന്നത് എന്ന് പറഞ്ഞു. അതായത് സൽക്കർമ്മങ്ങൾ സ്വർഗപ്രവേശനത്തിന് ഒരു കാരണമായി ഹദീസുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അത് സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രമല്ല. ഒരാൾക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്താണ്? അവൻ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് സ്വർഗം ലഭിക്കുള്ളൂ. സ്വർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ കാരുണ്യമാണ്. ആ അമല് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാനുള്ള കാരണമാണ്. സൽക്കർമ്മങ്ങൾ എന്നുള്ളത് കാരുണ്യം ലഭിക്കാനുള്ള കാരണമാണ്. ആ കാരുണ്യം ലഭിച്ചവർക്കാണ് സ്വർഗപ്രവേശനം ഉണ്ടാവുക. അതല്ലാതെ ഞാൻ ഇത്ര നിസ്കരിച്ചു, ഇത്ര നോമ്പ് പറ്റു, ഇത്ര സ്വർഗം കൊടുത്തു, ഇതിന് പകരമായിട്ട് സ്വർഗം കിട്ടണം എന്നൊക്കെ വാങ്ങാനുള്ള സാധനമാണോ? അല്ല, കാരുണ്യമാണ് കർമ്മങ്ങൾ കൊണ്ട് നേടുക. അപ്പൊ വിശ്വാസിമാരുടെ കർമ്മം കൊണ്ട് മാത്രമായി സ്വർഗം ആർക്കും കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ സഹാബികൾ ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ നിങ്ങളും അങ്ങനെയാണോ എന്ന് ചോദിച്ചു. അള്ളാഹുന്റെ റസൂലായ നിങ്ങൾക്കും അങ്ങനെയാണോ ചോദിച്ചു. قال النبي صلى الله عليه وسلم ولا انا ഞാനും അതെ ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹ് ബിറഹ്മതിഹി, എന്നാൽ ഒരു കാര്യമുണ്ട്, അള്ളാഹു എന്നെ അവന്റെ കാരുണ്യം കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ എനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ കാരുണ്യമാണ് സ്വർഗപ്രവേശനത്തിന്റെ കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫസദ്ദിദു, നിങ്ങൾ നേരെ ചൊവ്വേ നിൽക്കുക അഥവാ ഇസ്തിഖാമത്തോടു കൂടി ദീനിൽ നിൽക്കുക. വഖാരിബു, ഏതൊരു കാര്യത്തിന്റെയും പരിപൂർണതയിൽ എത്താൻ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇസ്തിഖാമത്തോടുകൂടി നിൽക്കണം. എന്നാൽ ഇടയ്ക്ക് പാപം സംഭവിച്ചു പോവുകയോ വീഴ്ച വരികയോ കുറവ് വരികയോ ചെയ്താൽ അതിനെ പരിഹരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ആ ശരിയായതിനോട് അടുത്ത് തന്നെ നിൽക്കുക. വഖ്ദു എന്ന് പറഞ്ഞാൽ രാവിലെ പുറപ്പെടുന്നതിനാണ്. റൂഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം പുറപ്പെടുന്നതിനാണ്. അതുപോലെ ദുൽജ എന്നുള്ള സമയം ഫജ്റിന് മുമ്പുള്ള രാത്രിയുടെ അവസാന സമയത്തിനാണ് ദുൽജ എന്ന് പറയുന്നത്. ഈ സമയത്തെല്ലാം നിങ്ങൾ പുറപ്പെടുക എന്ന് പറഞ്ഞു. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് നിങ്ങൾ അള്ളാഹുവിനെ പ്രത്യേകമായി ഇബാദത്ത് ചെയ്യുകയും പ്രത്യേകമായി ദിക്ർ ചെയ്യുകയും ചെയ്യുക. ഈ 3 സമയം പ്രത്യേകതകളാണ്. ഫജ്റിന് ശേഷമുള്ള സമയം, അസറിന് ശേഷമുള്ള സമയം, ഫജ്റിന് മുമ്പുള്ള രാത്രിയുടെ അവസാന സമയം പ്രത്യേകമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും ദിക്ർ ചെയ്യാനും നിങ്ങൾ ഉപയോഗിക്കുക എന്നിട്ട് പറഞ്ഞു. വൽ ഖസ്ദ അൽ ഖസ്ദ തബ്ലുഹു, നിങ്ങൾ വിദഗ്ധമുള്ളവരാവുക. പരിധി വിട്ടുന്ന അതിൽ ലംഘിക്കുന്ന ഹുലൂവ് കാണിക്കുന്ന ആളുകളുമാകരുത്, മറ്റേ അലംഭാവം കാണിക്കുന്ന ആളുകളുമാവരുത്. നിങ്ങൾ ഒരു മധ്യമമായിട്ടുള്ള ഖസ്ദോട് കൂടി നിങ്ങൾ മുന്നോട്ട് അമലുകൾ ചെയ്യുക. ചില ആളുകൾ കാണാം, ചില സമയത്ത് മുഴുവൻ ഇബാദത്ത്, രാത്രി മുഴുവൻ നിസ്കാരം, അതുപോലുള്ള കാര്യങ്ങൾ, പക്ഷെ അവസാനത്തിൽ കൊണ്ടുനടക്കാൻ കഴിയാത്ത അവസ്ഥ. ചില ആളുകൾ അലംഭാവം കാണിക്കുന്ന അവസ്ഥ, ഇബാദത്തുകളൊന്നും ശ്രദ്ധയില്ലാതെ. പക്ഷെ എല്ലാം അതിൻ്റെതായ അളവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അനുസരിച്ചുകൊണ്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. തബ്ലുഹു, നിങ്ങൾ കണ്ടെത്തുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ എത്തിച്ചേരുന്നതാണ് എന്ന് പറഞ്ഞു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? നിങ്ങൾ അത് മുഖേന സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അഥവാ ആ രീതിയിൽ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന, അതിനെത്തിച്ചേരാൻ നിങ്ങൾക്ക് സഹായകമാകുന്ന
കാര്യമായി തീരും. ഈ ഹദീസ് വലിയ ആശയങ്ങളാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. ഇബ്നു റജബ് അൽ ഹംബലി റഹ്മഹുള്ളക്ക് ഈ ഹദീസ് മാത്രം വിശദീകരിച്ചുകൊണ്ടൊരു കിതാബുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കിതാബ് അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞ കാര്യം എന്താണ്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമല് കൊണ്ട് കൊടുത്താൽ മാനം കിട്ടുന്ന ഒരു കാര്യമല്ല എന്ത്? സ്വർഗം എന്നുള്ളത്. അള്ളാഹുവിന്റെ കാരുണ്യമാണ് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്നത്. രണ്ട്, ഇസ്തിഖാമത്തോടുകൂടി നേരെ ചൊവ്വയെ നിലനിൽക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. എന്തെങ്കിലും വീഴ്ചകൾ വരുന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് അതിനോട് അടുത്ത് നിൽക്കുകയും വേണം. പിന്നെ മൂന്ന് പ്രത്യേക സമയങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനെ പ്രത്യേകം ദിക്ർ ചെയ്യാനും ഓർക്കാനും. ഒന്ന്, പ്രഭാതത്തിൽ ഫജ്റിന് ശേഷമുള്ള സമയം. രണ്ട്, വൈകുന്നേരത്തിൽ മഗ്രിബിന് മുമ്പുള്ള ആ സമയം. മൂന്ന്, അദ്ദുൽജ എന്ന് പറയുന്നത് ഫജ്റിന് മുമ്പുള്ള രാത്രിയുടെ അവസാനത്തെ സമയം. പ്രത്യേകം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും അതിനുവേണ്ടി മുഴുക എന്ന് പറഞ്ഞു. അതുപോലെ ഖസ്ദ് ഉണ്ടാവുക, വിദഗ്ധം നിറഞ്ഞ അവസ്ഥയിൽ, ഒന്നിലും ഗുരുവില്ലാതെ, ഒന്നിലും അലംഭാവം ഇസ്രാഫും തസ്രീഫും ഇല്ലാതെ ആ മിതത്വത്തോടുകൂടി ഇബാദത്തുകൾ നിർവഹിക്കുക. അങ്ങനെയാണ് എങ്കിൽ തബ്ലുഗു, നിങ്ങൾ അള്ളാഹുവിലേക്കും അള്ളാഹു ഒരുക്കിയിട്ടുള്ള സ്വർഗത്തിലേക്കുമെല്ലാം എത്തിച്ചേരുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഈ ഹദീസിന്റെ ആശയം നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുമായിട്ടുള്ള കാര്യമാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഇതേ ആശയത്തിലുള്ള മറ്റൊരു ഹദീസിന്റെ വാക്ക് ഇങ്ങനെയാണ്: മൻ ഖാഫ അദ്ലജ, ആരാണോ അള്ളാഹുവിനെ ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഉദ്ദേശം യാത്രയിൽ കൊള്ളക്കാരുണ്ടാകുമെന്ന് ഭയപ്പെടുന്നത്, അവൻ രാത്രിയിൽ നേരത്തെ തന്നെ പ്രഭാതത്തിൽ തന്നെ പുറപ്പെടും. അഥവാ ഇബാദത്തിൽ അള്ളാഹുവിലേക്ക് എത്തിച്ചേരണം എന്ന് ഉദ്ദേശിക്കുന്നവർ ആ സമയത്ത് പരമാവധി പണിയെടുക്കും. വമൻ അദ്ലജ ബലഗൽ മൻസിൽ, അങ്ങനെ ആ സമയത്ത് യാത്ര പുറപ്പെട്ടവൻ നേരത്തെ എത്തുന്നത് പോലെ ആ സമയമെല്ലാം ഉപയോഗിക്കുന്നവൻ അവന്റെ ലക്ഷ്യസ്ഥാനത്ത് അഥവാ സ്വർഗലോകത്ത് അള്ളാഹുവിലേക്ക് എത്തിച്ചേരും. അലാ ഇന്ന സിൽഅത്തല്ലാഹി തആല ഗാലിയ, നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ചരക്ക് അത് വില കൂടിയതാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി അൽ ജന്ന, അള്ളാഹുവിന്റെ ചരക്ക് എന്നുള്ളത് സ്വർഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അപ്പോ പ്രത്യേകം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലും ദിക്ർ ചെയ്യുന്നതിലും നമ്മൾ പണിയെടുത്താൽ ആ അമലുകൾ കൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കും. അത് മുഖേന സ്വർഗം ലഭിക്കാൻ അത് കാരണമാവുകയും ചെയ്യും. അപ്പൊ ഈ ഒരു ബാബിലെ ഹദീസുകൾ കൊണ്ട് ഉദ്ദേശം അനാവശ്യമായിട്ടുള്ള ആഡംബരങ്ങൾ, കെട്ടിടങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതെല്ലാം ദമ്മ് ചെയ്തിട്ടുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെയും അടുക്കൽ. എന്നാൽ ആവശ്യമായ രീതിയിലെല്ലാം നന്മയും അത് ഖൈറുമാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ബാബുകൾ അടുത്ത ദിവസം നോക്കാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.